that is magnetic ഫോഴ്സും അതിൻ്റെ എക്സ്പ്രഷനും നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ്, അപ്പോൾ ഇതൊരു ഫോഴ്സാണ്. സോ വി അസ്യൂം ദാറ്റ് ഇറ്റ് ക്യാൻ ഡു സം വർക്ക് എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ എ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് നോക്കാം. വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് വർക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, വി ഹാവ് എ ചാർജ് ക്യൂ. ഓക്കെ, അപ്പോൾ ആ ക്യൂ ചാർജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്യൂ ചാർജ് ബി മാഗ്നറ്റിക് ഫീൽഡിലൂടെ വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഒരു ഒരു വി വെലോസിറ്റിയിൽ ഒരു ബി മാഗ്നറ്റിക് ഫീൽഡിലൂടെ നമുക്ക് സിംപ്ലി with a velocity v, a charge q is moving through a magnetic field b. Then what is the force experienced? The force experienced is q into v cross b. Okay, അപ്പം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും നമുക്ക് ഓൾറെഡി അറിയാം. വി ക്രോസ് ബിയുടെ പ്രത്യേകത, വി ക്രോസ് ബി എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ റിസൾട്ടൻറ്റ്, വി ക്രോസ് ബിയുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എഫ് ആണ്. ദിസ് എഫ് വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വി ആൻഡ് ബി. ഓക്കെ, അപ്പോൾ ഇത് എങ്ങോട്ട് മൂവ് ചെയ്യും, ദിസ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് അലോങ് എഫ്, അല്ലേ, എഫിൻ്റെ ഡയറക്ഷനിൽ ഇതിനെന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ആർ അബൌട്ട് ടു കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, വി ആർ കാൽക്കുലേറ്റിംഗ് വർക്ക്. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വർക്ക് ഈസ് ഈക്വൽ ടു ദാറ്റ് ഫോഴ്സ് ടൈംസ് ദ ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, എഫ് ഡോട്ട് ഡി എസ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഓർ സിംപ്ലി എഫ് ഡോട്ട് ഡി എസ്. ഡി എസ് എന്ന് പറയുന്നത്, ഇപ്പോൾ എഫ് എന്ന് പറയുന്ന വെക്ടറാണ്, ഡി എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നൗ ഇമാജിൻ ദാറ്റ് ലെറ്റ് വി ബി ദ, ഓക്കെ, ഓൾറെഡി വി നോ ദാറ്റ്, ഇമാജിൻ ചെയ്യേണ്ട, വി നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, വി ആണ് എന്ത്, ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വെലോസിറ്റി വി ആണെങ്കിൽ വി ഈസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡി എസ് ബൈ ഡി ടി, ഓർ ഡി എസ് ഈസ് ഈക്വൽ ടു, ഡി എസ് ഈസ് ഓൾസോ എ വെക്ടർ, ഈസ് ഈക്വൽ ടു വി ഡി ടി എന്നിരിക്കും. അപ്പോൾ നമുക്ക് ഈ എഫ് ഡോട്ട് ഡി എസിനകത്ത് ഡി എസിന് പകരം ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വി ഡി ടി, ദെയർഫോർ എഫ് ഡോട്ട് വി ഡി ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ എഫിന് പകരം, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വർക്ക് ഡൺ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ദിസ് ഈസ് എഫ് മാഗ്നറ്റിക്. എഫ് മാഗ്നറ്റിക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ഡോട്ട് വി ഡി ടി. സോ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ ഈ സാധനം നിങ്ങൾക്ക് കുറച്ചുകൂടെ വേറൊരു രീതിയിൽ പരിചയം ഉണ്ടാവും, അല്ലെങ്കിലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്ന ഒരു വെക്റ്റർ പ്രോഡക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദിസ് ഈസ് കോൾഡ് ബോക്സ് പ്രോഡക്റ്റ്. ഓക്കെ, അതിനെന്താണ് ബോക്സ് എന്ന് വിളിക്കാനും കാരണമുണ്ട്. ഓക്കെ, ഈ ബോക്സ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്നത്, ഈ ബോക്സ് പ്രോഡക്റ്റ് എന്ന് ഇതിനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും നോക്കാം. ബി ക്രോസ് സി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതിനെ ഒരു അനദർ വെക്റ്റർ കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഫൈനലി ഇതിൻ്റെ ആൻസർ എന്താണ്, ദിസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ എ ഡോട്ട് ബി ക്രോസ് സിയുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ആയിരിക്കും, അത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് നോക്കാം, സേ ലെറ്റ് ദിസ് ബി ബി ആൻഡ് ഇതെന്താണെന്ന് വിചാരിക്കുക, ദിസ് ഈസ് സി. അപ്പോൾ ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും, അപ്പം ഇവിടെ ഇതെല്ലാം നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ബി ക്രോസ് സിയെ ഞാൻ ഇങ്ങനെ വരയ്ക്കും, എങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അതായത് ഈ രണ്ടിനും കൂടെ പെർപെൻഡിക്കുലറായിട്ട്. അപ്പം ബി സി അതിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്നതാണ് ഈ ഒരു ലൈൻ. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ വേറൊരു രീതിയിൽ ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ തന്നെ വരയ്ക്കാം. സേ ദീസ് ആർ 3. സോ ദിസ് ഈസ് ബി, പെർപെൻഡിക്കുലറായിട്ടാണെങ്കിൽ വരയ്ക്കാൻ എളുപ്പമാണ്. സോ ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടിരിക്കും, ഇങ്ങോട്ടിരിക്കും. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം, അപ്പം ദിസ് ഈസ് എ, സോറി, അപ്പം ലെറ്റ് ഇങ്ങനെ വിചാരിക്കാം, ബി സി ആൻഡ് എ, നമുക്ക് 3 വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നൗ ഐ ആം കാൽക്കുലേറ്റിംഗ് എ ഡോട്ട് ബി ക്രോസ് സി. എ ഡോട്ട് ബി ക്രോസ് സി കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ബി ക്രോസ് സി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, ബി ക്രോസ് സിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബി ക്രോസ് സി എന്ന് പറയുന്നൊരു വെക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ
മീനിങ് ബിയും സിയും സൈഡായിട്ട് വരുന്ന ഒരു പാരലോഗ്രാം എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പാരലോഗ്രാമിൻ്റെ എ ക്രോസ് ബിയെ നമ്മൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എ ബി ആണെങ്കിൽ ഈ എ ക്രോസ് ബി സൈഡായിട്ട് എയും ബിയും സൈഡായിട്ട് വരുന്ന ഒരു പാരലോഗ്രാം മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ ആണ് എന്ത്, എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ഏരിയ. ഓക്കെ, നമ്മൾ ഡയറക്ഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എ ക്രോസ് ബി ഇത് നമ്മൾ ആക്ച്വലി നമ്മൾ വെക്ടറിൻ്റെ ആദ്യം തുടക്കത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എനിവേ, അപ്പം ഈ ഏരിയ ആണ് എന്ത്, ബി ക്രോസ് സി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ബി ക്രോസ് സി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഏരിയ ആണ്. ഇനി അതിനെ ഡോട്ട് ആരെടുത്തിരിക്കുകയാണ്, ഡോട്ട് എ. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ എന്തുകൊണ്ട് ഡോട്ട് ചെയ്യാൻ പോവോ, എ കൊണ്ട് ഡോട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി സംഭവിക്കുന്നത് ഈ ഏരിയയെ ഈ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. അല്ലെങ്കിൽ എയും ബിയും സിയും സൈഡായിട്ട് വരുന്ന ഒരു ബോക്സ് എനിക്ക് കൺസിഡർ ചെയ്യും, അല്ലേ, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ഒരു ബോക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോക്സ്, അതായത് 3 സൈഡുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ 3 സൈഡ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും ഒരു ബോക്സ് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പ് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. 3 സൈഡ് കിട്ടിയാൽ മതിയല്ലോ, എ ബി സി, ഇങ്ങനെ 3 സൈഡ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ കൺസിഡർ എ ബോക്സ്. ഒരു തരത്തിലുള്ള ഒരു ബോക്സ് ഉണ്ടാക്കാൻ പറ്റും. ആ ബോക്സിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കുലർ ആവണമെന്നില്ല. ഇവിടെ എല്ലാം 90 ഡിഗ്രി ആണെങ്കിൽ അത് റെക്റ്റാങ്കുലർ ആയിരിക്കും. എനിവേ, അങ്ങനെ എനിക്ക് ഒരെണ്ണം കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയമാണ്. അപ്പം ഇത് മൊത്തത്തിൽ ഇതിനൊരു വോളിയമുണ്ട്. ദാറ്റ് വോളിയം ഈസ് ദ എ ഡോട്ട് ബി ക്രോസ് സി. ഓക്കെ, എ ഡോട്ട് ബി ക്രോസ് സി അല്ലെങ്കിൽ ബോക്സ് പ്രോഡക്റ്റ് എന്നതിനെ വിളിക്കാനുള്ള കാരണം, ബോക്സ് എന്ന് വിളിക്കാനുള്ള കാരണം അതാണ്. എ ഡോട്ട് ബി ക്രോസ് വിൽ ഗിവ് യു ദ വോളിയം ഓഫ് ദ പാരലോപൈപ്ഡ് മെയ്ഡ് ഔട്ട് ഓഫ് ദ മെയ്ഡ് വിത്ത് സൈഡ്സ് എ ബി ആൻഡ് സി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, വി ക്രോസ് ബി ഡോട്ട് ബി ആണ്. ഓക്കെ, ഇതിന് പല രീതിയിൽ പറയാം. ഓക്കെ, അപ്പം വി ഡോട്ട് ഞാൻ കുറച്ചുകൂടെ ജോമെട്രിക്കലി പറയുന്നു എന്നേ ഉള്ളൂ. അല്ലാണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ വി ഇതിനെ തിരിച്ച് ഡോട്ട് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് എടുത്ത് ഇപ്പുറത്ത് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ വി ഡോട്ട് വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പാരലോപൈപ്ഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ബോക്സ് ഉണ്ടാക്കണം. സിംപിളി ആ ബോക്സിൻ്റെ സൈഡ് എന്തൊക്കെയാണ്, ഒന്ന് വി, ഒന്ന് ബി, ഒന്ന് വീണ്ടും വി. അതായത് ഒന്ന് വി, ഒന്ന് ബി, ദെൻ അഗെയിൻ വി. ഓക്കെ, എന്ന് വെച്ചാൽ 2 സൈഡ് എന്താണ്, കോമൺ ആണ്. ഈ 2 സൈഡ് കോമൺ ആണെങ്കിൽ യു ക്യാൻ മേക്ക് ആൻ ഏരിയ ബട്ട് നോ വോളിയം. ഓക്കെ, ഒരു ഏരിയ മാത്രം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ വോളിയം നോ വോളിയം. ഓക്കെ, അതായത് വോളിയം എന്തായിരിക്കും, 0 ആയിരിക്കും. അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, 0 ആയിട്ട് വരും. ജോമെട്രിക്കലി ഇതാണ് അതിൻ്റെ ആൻസർ. ഇല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ വി ഡോട്ട് വി ക്രോസ് ബി ചെയ്യുന്ന സമയത്ത് ഈ വി ക്രോസ് ബി എന്ന് പറയുന്നത് എങ്ങോട്ടിരിക്കും, വി ക്രോസ് ബി വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് വി ആൻഡ് ബി. ഓക്കെ, എന്ന് വെച്ചാൽ ഇങ്ങനെ വിചാരിക്കുക, വി ക്രോസ് ബി എന്ന് വെച്ചാൽ എഫ് ആണല്ലോ, വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എഫ് ആണ്. അപ്പം ഇതെന്താവും, വി ഡോട്ട് എഫ് ആവും. എഫ് എന്തിന് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇതിനെ വേറൊരു രീതിയിൽ കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. വി ക്രോസ് ബി. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് വി ക്രോസ് ബി ആണ്. അപ്പോൾ വി ക്രോസ് ബി ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം വി ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ ഈസ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എഫ് ആണ് എന്ന് വിചാരിക്കാം. ക്യൂ യൂണിറ്റ് ആയിട്ട് അങ്ങ് എടുത്താൽ മതിയല്ലോ. അപ്പം എഫ് ആണ്. അപ്പോൾ എഫ് ആണെന്നുണ്ടെങ്കിൽ എഫ് വിൽ ബി പെർപെൻഡിക്കുലർ ടു വി ആൻഡ് എഫ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബി. അങ്ങനെ വരത്തുള്ളൂ. അത് ക്രോസ് പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ഡോട്ട് എഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, വി എഫ് കോസ് തീറ്റ ആണ്. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ ആണെന്നറിയാം. അപ്പം ഇതിനർത്ഥം എന്താ, വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് എഫ്. വിയും എഫും കൂടെ ഉള്ള ആംഗിൾ എത്രയാണ്? ഇറ്റ് ഇസ് 90 ഡിഗ്രി. കോസ് 90 ദാറ്റ് ഈസ് 0. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ആലോചിച്ചാൽ മതി, എ ഡോട്ട് ബി ക്രോസ് സി നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതിനകത്ത് ഏതെങ്കിലും വെക്ടർ റിപ്പീറ്റിംഗ് ആയിട്ട് വന്നാൽ, ദാറ്റ് ഈസ് എ ബി ക്രോസ് എ. ഓക്കെ, എ ഡോട്ട് ബി ക്രോസ് എ എന്ന് വന്നാൽ ഇത് 0 ആണ്. ഏതെങ്കിലും ഒരു വെക്ടർ കോമൺ ആണെങ്കിൽ, ഡയറക്ഷൻ കോമൺ ആണെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് സെയിം ആവണമെന്ന് പോലുമില്ല. ഓക്കെ, ഡയറക്ഷൻ സെയിം ആണെന്നുണ്ടെങ്കിൽ യു കനോട്ട് മേക്ക് എ പാരലോപൈപ്ഡ് ഓർ എ ബോക്സ് ഔട്ട് ഓഫ് ഇറ്റ്, സോ വിൽ ബി 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തതാണ്, വി വെയർ കാൽക്കുലേറ്റിംഗ് ദ വർക്ക് ഡൺ ബൈ എ മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് വി ഗോട്ട് ഇറ്റ് ആസ് 0. സോ W magnetic
ഈസ് ഈക്വൽ ടു 0. ഓർ വേറെ രീതിയിൽ പറഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് ഡു നോ വർക്ക്. ഓക്കെ, ഡു നോ വർക്ക്. നമ്മളിതിനെ കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രോബ്ലത്തിലൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൺഫ്യൂസിങ് ആണ്. നമുക്ക് പലപ്പോഴും അറിയാവുന്നതാണ്, ഒരു മാഗ്നറ്റിക് ക്രെയിൻ ഉണ്ടെന്ന് വിചാരിക്കാം. വലിയ കാറൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും മാഗ്നറ്റിക് ക്രെയിൻസ് യൂസ് ചെയ്ത്. ഒന്നും വേണ്ട, നമുക്ക് പല രീതിയിൽ പല ഒബ്ജക്ട്സിനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ട് മാഗ്നറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്ത് നമ്മളിങ്ങനെ മൂവ് ചെയ്ത് കളിച്ചിട്ടുണ്ടാവും. സോ അവിടെ എല്ലാം ആക്ച്വലി മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഫോഴ്സ് ഈസ് ദെയർ, ദെൻ ഇറ്റ് ഈസ് മൂവിങ് അല്ലേ. അത് കാരണം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതും നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് ഇതേ ഡയറക്ഷനിൽ തന്നെ പോകുന്നു. അപ്പോൾ അവിടെ എന്തുകൊണ്ട് വർക്ക് ഡൺ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, പക്ഷേ അതാണ് നമ്മുടെ ഡെയിലി ലൈഫ് എക്സ്പീരിയൻസ്. പക്ഷേ മാത്തമാറ്റിക്കലി ഉള്ള എക്സ്പ്രഷൻ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മാഗ്നറ്റിക് ഫോഴ്സ് ഡു നോ വർക്ക് എന്ന് കിട്ടി. അപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ റീസൺ എന്താണ്, പിന്നെ ആരാണ് അവിടെ ഒക്കെ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊരു കേസിൽ അത് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് കറൻസിനെ കുറിച്ച് നോക്കാം. അപ്പം നമ്മൾ കറണ്ട് ഓൾറെഡി പണ്ട് തൊട്ടേ പഠിക്കുന്നൊരു സാധനമാണ്. ഓക്കെ, അപ്പം കറണ്ട് എന്ന് പറഞ്ഞാൽ സിംപ്ലി നിങ്ങൾക്കൊരു വയറിലൂടെയുള്ള കറണ്ടിനെ കുറിച്ച് സംസാരിച്ചാൽ, ഒരു വയറിലൂടെ കറണ്ട് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നോക്കുക. ആ പോയിന്റ് ലെറ്റ് ഇറ്റ് ബി പി. ആ പോയിന്റിലൂടെ യൂണിറ്റ് ടൈമിൽ പാസ് ചെയ്ത് പോകുന്ന ചാർജിൻ്റെ എമൗണ്ടാണ്. ഓർ സിംപ്ലി ദാറ്റ് ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ എഴുതാറുണ്ട്, I ഈസ് ഈക്വൽ ടു സം dq/dt എന്ന് എഴുതാറുണ്ട്. ഓക്കെ, dq/dt. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് കറണ്ട്. അപ്പോൾ ഇതിനകത്തൊന്നും നിങ്ങൾക്ക് അറിയാം, ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂളം പെർ സെക്കൻഡ് ആയിരിക്കും. ആൻഡ് 1 കൂളം പെർ 1 സെക്കൻഡിന് 1 കൂളം പെർ സെക്കൻഡിനെ വി കോൾ ഇറ്റ് ആസ് ആംപെയർ. ഓക്കെ, സോ കറണ്ടിന് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ആംപെയർ ആണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് അറിയാവുന്നത്. ഇനി വേറൊരു കാര്യം കൂടിയുള്ളത്, കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ഡയറക്ഷനെ നമുക്ക് ഡീൽ ചെയ്യാം. കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു സ്കെയിലറായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, അതങ്ങനെ ഇരിക്കട്ടെ. എനിവേ, നമ്മൾ സാധാരണ കണ്ടക്ടേഴ്സിൻ്റെ കേസിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം അവിടെ കറണ്ട് ഉണ്ടാവാൻ കാരണമാവുന്നത് ഇലക്ട്രോൺസ് ആണ് അല്ലേ. സോ സം ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്. അതായത് മൂവ് ചെയ്യുന്ന ആൾ അവിടെ ആക്ച്വലി പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട്. പക്ഷേ ടോട്ടലി ദേ ആർ ഈക്വൽ ഇൻ നമ്പർ, പോസിറ്റീവും നെഗറ്റീവും. അതുകൊണ്ട് അത് ടോട്ടലി 0 ആയിരിക്കും. പിന്നെ അപ്പം ഇലക്ട്രോൺസ് മാറ്റിയാൽ ബാക്കിയുള്ളത് കുറേ പോസിറ്റീവ് അയോൺസ് ആണ്. ദേ ആർ നോട്ട് മൊബൈൽ. ഓക്കെ, ഓർ ദേ ആർ ഇമ്മൊബൈൽ. അതവിടെ ഇരിക്കുകയാണ്. മൂവ് ചെയ്യുന്ന ആരാണ്? ഈ കാണുന്ന നെഗറ്റീവ് ചാർജുകളാണ്. അപ്പം നെഗറ്റീവ് ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ടിൻ്റെ ഫ്ലോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അസംഷൻ ഉണ്ട്. അതിൻ്റെ കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യകാലത്ത് വിചാരിച്ചിരുന്നത് പോസിറ്റീവ് ചാർജ് ആണ് മൂവ് ചെയ്യുന്നത് എന്നും. ഓക്കെ, അങ്ങനെ ഒരു കൺവെൻഷൻ വന്നുപോയി. അതായത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ക്യാഡ്ഫറും ഗ്ലാസ് റോഡും കൂടെ റബ്ബ് ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി ഇതിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഒന്നിനെ പോസിറ്റീവ് എന്നും ഒന്നിനെ നെഗറ്റീവ് എന്നും വിളിച്ചു പോയി. പക്ഷേ വിളിച്ചത് നേരെ തിരിച്ചായിപ്പോയി. അതായത് തിരിച്ചായിപ്പോയി എന്ന് വെച്ചാൽ മൂവ് ചെയ്യുന്ന ആളെ, അതായത് ട്രാൻസ്ഫർ ചെയ്ത ആളെ അങ്ങ് പോസിറ്റീവ് എന്ന് വിളിച്ചു പോയി. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത ആക്ച്വലി ആരാണ്? ട്രാൻസ്ഫർ ചെയ്ത ആളെ നെഗറ്റീവ് എന്ന് വിളിച്ചു പോയി. ആ രീതിയിലായിപ്പോയി. ഓക്കെ, അതായത് ഒരു പക്ഷേ ഇലക്ട്രോൺസിനെ പോസിറ്റീവ് എന്ന് വിളിച്ചിരുന്നെങ്കിൽ, അല്ലെ ഇലക്ട്രോൺസ് ഹാസ് പോസിറ്റീവ് ചാർജ് ആൻഡ് പ്രോട്ടോൺസ് ഹാവ് നെഗറ്റീവ് ചാർജ് എന്നാണ് നമ്മൾ ആദ്യം വിളിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിയേർഡ്നെസ്, അല്ലെങ്കിൽ എവിടെയാണോ നെഗറ്റീവ് ചാർജ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത് അപ്പോൾ റൈറ്റിലേക്ക് കറണ്ട് ഉണ്ടാകും. എനിവേ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സം Q × V ചെയ്താൽ മതി. അത് മാഗ്നിറ്റ്യൂഡാണെന്ന് പറയുന്നത്, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, കറണ്ട് എങ്ങോട്ടാണെന്ന് അറിയണമെങ്കിൽ Q × V ചെയ്താൽ മതി. എന്ന് വെച്ചാൽ അതിനർത്ഥം, സപ്പോസ് ഇങ്ങനെ ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കണ്ടക്ടറിൽ ഒരു Q ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. Q ചാർജ് മൂവ്സ് ടു ദ റൈറ്റ്. അപ്പം ഇവിടെ ഞാനൊരു ആക്സിസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇതിനെ X ആക്സിസ് എന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, അപ്പോൾ ഇവിടെ വെലോസിറ്റി എന്താണ്? ചാർജിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? V. ഇറ്റ് ഈസ് ടുവേർഡ്സ് X ഡയറക്ഷൻ. അപ്പോൾ X × Q,
അപ്പോൾ Q ഇൻറ്റു വി എന്ത് തരും? വിൽ ഗിവ് യു ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, Q എന്താണ്? Q എന്ന് പറയുന്നത് സപ്പോസ് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഇഫ് Q ഈസ് നെഗറ്റീവ് മൈനസ് Q ഇൻറ്റു വി എങ്ങോട്ടാണ്? റൈറ്റിലേക്ക്. അപ്പോൾ ഇതിനകത്തൊന്ന് Q മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് എക്സ് ക്യാപ്, കറണ്ട് ഈസ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. അതായത് Q നെഗറ്റീവ് ആണെങ്കിൽ Q റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റിലേക്കായിരിക്കും. അതായത് പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് വെലോസിറ്റി വിൽ ഡിഫൈൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാം. പിന്നെ ടെക്സ്റ്റിനകത്ത് ഒരു ഇതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പലപ്പോഴും ഗ്രിഫിത്തിൽ പറയുന്നത് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞു പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ആക്ച്വലി പ്രശ്നമല്ല, നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ അത് പറയുന്നുണ്ട് ഒരു കൺവീനിയൻസിന് വേണ്ടി, ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പോസിറ്റീവ് ചാർജിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. ആ രീതിയിലായിരിക്കും പറഞ്ഞു പോകുന്നത്. പക്ഷേ വായിക്കുമ്പോൾ മനസ്സിലാക്കുക നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നു, അതിനപ്പുറത്തേക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ കറണ്ട് പോകുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, നൗ അപ്പോൾ നമ്മളതിൻ്റെ യൂണിറ്റ് ഇനി, അതായത് ഈ കറണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്, നമ്മളൊരു +2 വരെ പഠിച്ചിട്ടുള്ളതെല്ലാം ഒരു ലൈനിലൂടെ പോകുന്ന കറണ്ടുകളെക്കുറിച്ചാണ് അല്ലേ? എപ്പോഴും ത്രൂ എ ലൈൻ, ഒരു വയറിലൂടെയാണ് എപ്പോഴും നമ്മൾ സർക്യൂട്ട്സ് വരയ്ക്കുമ്പോഴും എല്ലാം ഒരു വയറിലൂടെയാണ് എന്ന് പറയുന്നത്. അതായത് ഒരു ലൈൻ, ഓക്കെ, സിംപ്ലി ഡയമെൻഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ എ ലൈനാണ് കറണ്ട് പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഈവൻ നിങ്ങളൊരു ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു വയർ എടുത്ത് നോക്കിയാൽ തന്നെ വയറിൻ്റെ ആക്ച്വൽ ഷേപ്പ് എന്താണ്? ദിസ് എ സിലിണ്ടർ. ഓക്കെ, ഇനി ലൈൻ വേണം എന്നില്ല, ലൈൻ ആവാം, ഒരു കറണ്ട് ഇതിലേക്കൂടെ പോകാം. ഇറ്റ് ക്യാൻ ഫ്ലോ ത്രൂ എ സർഫസ്. ഓക്കെ, അതായത് ഒരു വലിയ ഷീറ്റ് ഓഫ് ചാർജ് ഉണ്ടെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഇതിൻ്റെ സർഫസിലൂടെ എന്ത് ചെയ്യാം? കറണ്ടിന് ഫ്ലോ ചെയ്യാം. ഓക്കെ, അതേപോലെ നിങ്ങൾക്കൊരു ബൾക്ക് വോളിയം ഉണ്ടെന്ന് വിചാരിക്കുക. ആ വോളിയത്തിലൂടെ എന്ത് ചെയ്യാം? കറണ്ട് ഫ്ലോ ചെയ്യാം. അപ്പം ഇങ്ങനെ 3 തരത്തിൽ നമ്മൾ നേരത്തെ ഓർമ്മ ഉണ്ടാവും. നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിച്ച സമയത്ത് ഒരു പോയിൻറ്റ് ചാർജസ് മാത്രമല്ല ഉള്ളത്, ഒരു ലൈനിൽ ചാർജ് ഉണ്ടാവാം, ഒരു സർഫസിൽ ചാർജ് ഉണ്ടാവാം, ഒരു വോളിയത്തിൽ ചാർജ് ഉണ്ടാവാം എന്ന് പറഞ്ഞതുപോലെ തന്നെ കറണ്ട് ഇതിലേക്കൂടെയൊക്കെ പോവാം. ഇറ്റ് ക്യാൻ ഫ്ലോ ത്രൂ എ ലൈൻ, ത്രൂ ആൻ ഏരിയ, ത്രൂ എ വോളിയം. ഓക്കെ, ഇതനുസരിച്ച് ഈ ഓരോ കേസിലെയും കറണ്ടിൻ്റെ എക്സ്പ്രഷൻസ്, അതുപയോഗിച്ചുള്ള മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻസും നമുക്ക് സെപ്പറേറ്റ്ലി ഡിറൈവ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്ത് ഓരോന്ന് ഡീൽ ചെയ്യണം. സോ കറണ്ട് ത്രൂ എ വയർ ഓർ എ ലൈൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അസ്യൂം ചെയ്യാം. സപ്പോസ് നമുക്കൊരു വയറുണ്ട്, ഒരു ആർബിട്രറി ഷേപ്പിലുള്ളൊരു വയറുണ്ട്. ഈ വയറിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു ചാർജ് ഫ്ലോ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദെയർ ഈസ് എ കറണ്ട് ത്രൂ, ഒരു കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, then imagine that the velocity of the current, okay, അല്ലെങ്കിൽ velocity of the charge is, let it be v ആണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം അതും ഇതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ചാർജ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ചാർജ് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിൽ നിന്ന് നമ്മളങ്ങ് പറയത്തേ ഉള്ളേ. ഓക്കെ, അപ്പം കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണ്, വെലോസിറ്റിയും ഇതേ ഡയറക്ഷനിലാണ് എന്നെടുത്താണ് പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് വെലോസിറ്റി അപ്പോൾ ഇങ്ങോട്ടാണ് അതുകൊണ്ട് അങ്ങോട്ടാണ് എന്നൊന്നും എടുക്കുന്നില്ല. പോസിറ്റീവ് ചാർജ് എന്ന് അസ്യൂം ചെയ്ത് തന്നെയാണ് അങ്ങ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതായത് കറണ്ടിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ടുണ്ടായി, ഈസ് ഇറ്റ് ഡ്യൂ ടു ദ പോസിറ്റീവ് ചാർജ് ഓർ ദ നെഗറ്റീവ് ചാർജ് ഒന്നും എടുക്കുന്നില്ല. നമ്മൾ പോസിറ്റീവ് എന്ന് തന്നെ വിചാരിച്ചങ്ങ് പോവാണ്. ഇതാണ് അത് ഗ്രിഫിത്തിലൊരു കോഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യരുതെന്നുള്ള രീതി. ഓക്കെ, സോ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കറണ്ട്? ഐ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ഇമാജിൻ ദാറ്റ് ലാംഡ ഈസ് ദ ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ലാംഡ എന്താണ്? ലൈൻ ചാർജ് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഈ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ ടോട്ടൽ ചാർജ് ഡെൻസിറ്റി എന്താണ്? ആക്ച്വലി 0 ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? ഇതൊരു ന്യൂട്രൽ കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിലൂടെ ചാർജ് മൂവ് ചെയ്യുന്ന സമയത്തും അതിനകത്തെ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും സം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ലാംഡ എന്താണ്? ലാംഡ എന്ന് പറയുന്ന ചാർജ് ഡെൻസിറ്റി നിങ്ങൾക്ക് 0 അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ എന്തിനെക്കുറിച്ച് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? ഈ ചാർജ് ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മൂവിങ് ചാർജ് ആരോ അയാളെ മാത്രമാണ്. ഓക്കെ, സപ്പോസ് പോസിറ്റീവ് ചാർജാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലാംഡ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ചാർജിനെ ആയിരിക്കും.
ഇനി അതേ സ്ഥാനത്ത് നമ്മൾ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണെങ്കിൽ ലാംഡ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഓൺലി എന്നാണ്. ആരാണോ മൂവ് ചെയ്യുന്നത് അവരുടെ ചാർജ് ഡെൻസിറ്റിയാണ്. കാരണം ഈ രണ്ട് കേസും വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ അയോണിക് കണ്ടക്ഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, Na+Cl- ഈ മൂവ്മെൻ്റൊക്കെ നമ്മൾ ബാറ്ററിക്കകത്തെ മൂവ്മെൻറ്റും ഒക്കെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. അപ്പം അവിടെ ആക്ച്വലി Cl- എന്ന് പറയുന്നതും Na+ എന്ന് പറയുന്നത് രണ്ട് ഡിഫറൻറ്റ് ചാർജസ് ആണ്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിനും ചാർജ് ഡെൻസിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ലാംഡ എന്ന് ഉദ്ദേശിക്കുന്ന ചാർജ് ഡെൻസിറ്റി ഇറ്റ് ഈസ് ദ ചാർജ് ഡെൻസിറ്റി ഓഫ് ദ മൂവിങ് ചാർജ്. അപ്പോൾ അത് ഇലക്ട്രോൺ ആണെന്നൊക്കെ അറിയാം, നെഗറ്റീവാണ്, ഇതൊന്നും നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ട, നമ്മൾ എന്ത് മാത്രം നോക്കുന്നുണ്ട്. എനിവേ ലാംഡയാണ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ലാംഡ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു dQ/dL എന്നെനിക്ക് എഴുതാം. ഓക്കെ, ഓർ dQ ഈസ് ഈക്വൽ ടു ലാംഡ dL എന്നെനിക്ക് എഴുതാം. ഓക്കെ, അപ്പം ഇതാണ് ലാംഡ dL. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഒരു പോയിന്റിൽ നോക്കിക്കൊണ്ടിരുന്നപ്പം അതിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സപ്പോസ് ഒരു dQ എമൗണ്ട് ഓഫ് ചാർജ് എന്ത് ചെയ്യുന്നു, ഒരു P എന്ന് പറയുന്ന പോയിന്റിലൂടെ dt ടൈമിൽ ഫ്ലോ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അസ്യൂം ദാറ്റ് an amount of dq is flowed through passed through a point P in a time dt. അങ്ങനെയാണെങ്കിൽ what is the current? Simply dQ/dt. But we know that this dq is lambda dl. dq is lambda dl divided by dt. Okay, അപ്പോൾ ഈ ലാംഡ ഡി എൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഡി എൽ എന്ന് പറഞ്ഞത് ഇവിടെ ഉള്ള ഒരു ചെറിയ ലൈൻ എലമെൻ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ അസ്യൂം ചെയ്യാം, ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് വിചാരിക്കാം. ഇതിനകത്തൂടെ ഡി ക്യു ചാർജ് പാസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇത്രയും ലെങ്ത്തിലുണ്ടായിരുന്ന ചാർജ് എന്ത് ചെയ്യണം? അപ്പുറത്ത് പോകണം. അപ്പം ഇവിടെ ഒരു ലൈൻ എലമെൻറ്റിനെ ഞാൻ അസ്യൂം ചെയ്യുന്നുണ്ട്. ഏത്? ഡി ക്യു ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലൈൻ എലമെൻറ്റ്. ഓക്കെ, ഡി എൽ. ആ ഡി എല്ലിന് എന്തുണ്ടാവും? ഒരു ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഡി എൽ വേണമെങ്കിൽ ഇങ്ങോട്ടാണെന്ന് എടുക്കാം, ഇങ്ങോട്ടാണെന്ന് എടുക്കാം. പക്ഷേ ഞാനിവിടെ എന്തെടുക്കുന്നു? ഡി എൽ ഹാസ് സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ഐ. അപ്പോൾ ഇവിടുത്തെ ആസ് ദാറ്റ് ഓഫ് ഐയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതേ ഡയറക്ഷൻ തന്നെയാണ് ഡി എല്ലിനുള്ളതെന്ന് എടുക്കുന്നത്. സോ ബോത്ത് ഐ ആൻഡ് ഡി എൽ ഹാസ് സെയിം ഡയറക്ഷൻ. ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടൊരു ഗുണമുണ്ട്, നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ ഡി എല്ലിനെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ എടുത്താൽ നമ്മുടെ ഇക്വേഷൻ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. നമുക്ക് പിന്നീട് ഒരു ഫർദർ സിംപ്ലിഫിക്കേഷന് ഇത് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സോ ഡി എൽ ഈസ് എ വെക്റ്റർ. അപ്പോൾ ഡി എൽ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി എൽ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിലൂടെ ഈ ചാർജ് മൂവ് ചെയ്ത് പോയ വെലോസിറ്റിയാണ്. സോ ഡി എൽ ബൈ ഡി ടി ഈസ് ദ വെലോസിറ്റി. നൗ വി ഗോട്ട് ഐ ഈസ് ഈക്വൽ ടു ലാംഡ വി എന്ന് ഞാൻ എഴുതി. പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ്റെ പ്രത്യേകത എന്താണ്? മുകളിൽ ഡി ക്യു എന്ന് പറയുന്നൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ഡി ടി ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സോ ടോട്ടലി ഐ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. നമ്മൾ ഇത്രയും നാൾ ഡീൽ ചെയ്തിട്ടുള്ളതും ഐ എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ആണെന്നാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇങ്ങനെ എക്സ്പ്രഷൻ കണ്ടെത്തിയപ്പോൾ ഓർ ഇവിടെ ഡി എല്ലിന് നമ്മളൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അസ്യൂം ചെയ്ത വെക്റ്റർ എന്ന നേച്ചർ കൊടുത്തപ്പോൾ വി ഗോട്ട് കറണ്ട് ആസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ ഐ എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ എടുക്കുന്നു? ആസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കും. ഓക്കെ, സോ ഒരു ലൈനിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്തുള്ള വി വെലോസിറ്റിയിൽ ചാർജസ് ഫ്ലോ ചെയ്യുന്നു വിത്ത് എ ചാർജ് ഡെൻസിറ്റി ഓഫ് ലാംഡ. ദെൻ ദിസ് ഈസ് ദ കറണ്ട് ഇക്വേഷൻ ഫോർ ദാറ്റ് കറണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ ഈ ഐക്ക് വെക്റ്റർ നേച്ചർ കൊടുക്കാറൊന്നുമില്ല, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ലൈനിലൂടെ പോകുന്ന സമയത്ത് ഈ വയർ എങ്ങനെയൊക്കെ കിടക്കുന്നു അതൊക്കെ അനുസരിച്ച് ഇത് മാറാം. അതുകൊണ്ട് നമ്മൾ ഈ ഐയെ വെറുതെ നമ്മൾ യൂഷ്വലി ലാംഡ വി എന്ന് യൂസ് ചെയ്യാറേ ഉള്ളൂ, അല്ലെങ്കിൽ ഡി ക്യു ബൈ ഡി ടി എന്ന് യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരു ലൈൻ അല്ലെങ്കിൽ വയറിലൂടെയൊക്കെയുള്ള കറണ്ടാണ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഡയറക്ഷന് ചിലപ്പം വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവണമെന്നില്ല, അല്ലെ ഐ മാത്രമായിട്ട് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. പക്ഷേ when we are dealing with the surface and volume currents, സർഫസ് കറണ്ടും വോളിയം കറണ്ടും ഒക്കെ എടുക്കുന്ന സമയത്ത് ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തൊട്ടേ ലൈനിലൂടെ ഉള്ളതായാലും സർഫസിലൂടെ ഉള്ളതായാലും വോളിയത്തിലൂടെ ഉള്ളതായാലും എല്ലാത്തിനും നമ്മൾ വെക്റ്റർ നേച്ചർ തന്നെ പഠിക്കുന്നു. സോ ഐ ഈസ് ഈക്വൽ ടു സം ലാംഡ വി എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, ശ്രദ്ധിക്കുക, ലാംഡ എന്ന് പറയുന്നത് അതിനകത്തെ മൊബൈലായിട്ടുള്ള ചാർജുകളുടെ ചാർജ് ഡെൻസിറ്റിയാണ്. സോ ജനറലി എഴുതിയാൽ നമുക്ക് ഐയെ ഇങ്ങനെ എഴുതാം: സം ഐ ഈസ് ഈക്വൽ ടു സം ലാംഡ പ്ലസ് ഇൻറ്റു വി പ്ലസ്
പ്ലസ് ലാംഡ മൈനസ് ഇൻറ്റു വി മൈനസ്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങൾക്കൊരു ഒരു മെറ്റീരിയൽ എടുത്ത സമയത്ത്, ഓക്കെ, ഒരു ലൈൻ എടുത്ത സമയത്ത് ഇതിനകത്തൂടെ എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടും രണ്ട് ഡിഫറൻറ്റ് ഡയറക്ഷനിലൊക്കെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒന്ന് റൈറ്റിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും. ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെ രണ്ട് ഡയറക്ഷനുള്ളൂ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. ഇത് രണ്ടുപേരും മൊബൈലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പോസിറ്റീവ് ചാർജിൻ്റെ ഡെൻസിറ്റിയും കൺസിഡർ ചെയ്യണം, നെഗറ്റീവ് ചാർജിൻ്റെ ഡെൻസിറ്റിയും കൺസിഡർ ചെയ്യണം, ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റീസ്. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ജനറലി നമ്മൾ എഴുതി കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലാംഡ പ്ലസ് വി പ്ലസ് ലാംഡ മൈനസ് വി മൈനസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് ഓക്കെ, ഇനി നമുക്ക് ഒരു കറണ്ട് ക്യാരിങ് വയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സാണ് കാൽക്കുലേറ്റ്. ഓക്കെ, അത് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. ആക്ച്വലി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു എന്ത്, നമ്മുടെ ലോറൻസ് ഫോഴ്സ് Q ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വി ക്രോസ് ബി എന്ന് നമ്മൾ പഠിച്ചത് ഇത് ആരിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് Q. ഒരു പോയിൻറ്റ് ചാർജ് Qയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പോയിൻറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ അത് മൂവിങ് ആണ്. ഓക്കെ, കാരണം വി വെലോസിറ്റിയിൽ മൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് എക്സ്പീരിയൻസ് ഉള്ളൂ, സ്റ്റാറ്റിക് ആണെന്ന് എടുക്കരുത്. സോ നമ്മൾ പറഞ്ഞത് ഒരു Q ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഒരു പോയിന്റിലുള്ള ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ്. ഇതേ സ്ഥാനത്ത് ഒരു വയറാണ് നിങ്ങൾ ഇപ്പം ഒരു ചാർജിനെ ഇവിടെ ഇൻറ്റു ഇട്ടാൽ ഇവിടുന്ന് ഇൻറ്റു ദ പേപ്പർ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ ഞാനൊരു Q ചാർജിനെ മൂവ് ചെയ്താലുള്ള ഫോഴ്സാണ് ഈ എഴുതി വയ്ക്കുന്നത്. ഇനി ഈ Q ചാർജിന് പകരം ചാർജ് മൂവ് ചെയ്യുന്ന ഒരു വയർ കൊണ്ടുവയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനൊരു വയർ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഈ വയറിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് മൂവ് ചെയ്യുന്നുണ്ട്, കറണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം, ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് വയർ? ഓക്കെ, അതായത് നമ്മൾ സിംപ്ലി ലോറൻസ് ഫോഴ്സ് ലോ എന്ന് പറയുന്ന ഇതാണ്. അത് നമ്മൾ എന്തിനു വേണ്ടി ചെയ്യാണ്, വി ആർ റീഫോർമുലേറ്റിംഗ് ഇറ്റ് ഫോർ എ ലൈൻ കറണ്ട്. ഓക്കെ, ഒരു ലൈനിലൂടെയുള്ള അല്ലെങ്കിൽ ഒരു വയറിലൂടെയുള്ള ഒരു കറണ്ടിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ഹെഡിങ്, മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ segment of current carrying wire. Okay, അപ്പോൾ നമ്മൾ assume ചെയ്യുക, we have a wire something like this. Okay, this is the direction of I. Okay, I current flow, I ആണ് ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഒരു ചെറിയ എലമെൻറ്റ് എടുക്കുന്നു, ആൻ എലമെൻറ്റ് ഓഫ് ലെങ്ത് DL. ഓക്കെ, ഇപ്പോൾ DLന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നു, ആ ലൈൻ എലമെൻറ്റിന് ഒരു വെക്റ്റർ നേച്ചർ കൊടുക്കുന്നു. ആ വെക്റ്റർ നേച്ചർ എങ്ങോട്ടായിരിക്കും, ദാറ്റ് വിൽ ബി അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ DL ഇങ്ങോട്ടായിരിക്കും, അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. DL ഇങ്ങോട്ടായിരിക്കും, ഇവിടെ വരുമ്പോൾ DL ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, എനിവേ ഇവിടെ DL എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഇമാജിൻ ദാറ്റ് ദർ ഈസ് എ ചാർജ് DQ ഇൻ ദിസ് DL. ഓക്കെ, അതായത് ഒരു യൂണിഫോം കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോൾ നോക്കിയാലും ഇവിടെ ഒരു DQ ചാർജ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഈവൻ ദോ ഇവിടെ ഇരിക്കുന്ന ചാർജ് ഇവിടുന്ന് പോകുന്നുണ്ട്, പിന്നെ അടുത്ത ആൾ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്, അങ്ങനെയാണ് സംഭവിക്കുക. പക്ഷേ എപ്പോൾ നോക്കിയാലും അവിടെ ഒരു യൂണിഫോം കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ DQ. ഓക്കെ, ഈ DQ വേരിയബിൾ ആയാലും കുഴപ്പമില്ല, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനൊരു എക്സ്പ്രഷൻ കൊണ്ടുവരണമെന്നേ ഉള്ളൂ. Q ഈസ് ഈക്വൽ ടു സം ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല, നമ്മൾ അത് പിന്നീട് അസ്യൂം ചെയ്യും. എനിവേ സപ്പോസ് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ദർ ഈസ് എ DQ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ DQ ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഈ സ്ഥലത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ഇറ്റ് ഈസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ദിസ് വയർ ഈസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബിക്കൊക്കെ ആർബിട്രറി ഡയറക്ഷനാണ്. ഓക്കെ, അപ്പം ഇത്രയും ഭാഗത്ത് അല്ലേ, ഇത്രയും DQ ചാർജിന് ഈ B കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ. അതായത് DQ മൂവിങ് ആണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇത്രയും ചാർജസ് മൂവിങ് ആണ്, അതുകൊണ്ട് ഇതിന് ഈ B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കേണ്ടി വരുമ്പോൾ ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. അതൊരു ചെറിയ ഫോഴ്സ് ആയിരിക്കും. സോ ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ആസ്, ആ ലൈൻ സെഗ്മെൻറ്റ് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് DF എന്ന് എഴുതാം. എന്താണ്
വി ക്രോസ് ബി, വി എന്താണ് ദ വെലോസിറ്റി ഓഫ് ദോസ് ചാർജസ് ആൻഡ് ബി അവിടുത്തെ ഫീൽഡാണ്, ദാറ്റ് വി ക്രോസ് ബി ഇൻ ടു ഡി ക്യു. അപ്പോൾ ഇതൊരു ലാർജ് വയറാണെന്ന് വിചാരിക്കുക, കുറച്ച് വലിയ വയറാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഹാവ് ടു ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ വി ക്രോസ് ബി ഇൻ ടു ഡി ക്യു. അപ്പോൾ ഈ വി ക്രോസ് ബി ഡി ക്യു നിങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഇൻഫിനിറ്റെസിമലി സ്മോൾ ആയിട്ടുള്ള ലൈൻ സെഗ്മെൻ്റായിട്ട് ഇതിനെ മാറ്റിയിട്ട് ഓരോ സ്ഥലത്തും വിയുടെ ഡയറക്ഷൻ മാറുകയാണ്. ഓക്കെ, ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ എന്ത് ഇവാലുവേറ്റ് ചെയ്യണം? വി ക്രോസ് ബി ഡി ക്യു, വി ക്രോസ് ബി ഡി ക്യു ഇവാലുവേറ്റ് ചെയ്ത് ഫൈനലി വി ക്യാൻ ഇൻ്റഗ്രേറ്റ്. ഓക്കെ, ഓർ വി ക്യാൻ ഫൈൻഡ് ദ സം. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്രഷൻസ് ഒക്കെ ആയിട്ടാണ് വിയും ബിയും ഡി ക്യു ഒക്കെ തന്നിരിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇൻ്റഗ്രേറ്റ്. ഓക്കെ, എനിവേ അതിൻ്റെ കൺസെപ്റ്റ് അതാണ്. നമ്മൾ ഇൻ്റഗ്രൽ ഫോമിൽ നിന്ന് മാറുന്നില്ല. നമുക്കെപ്പോഴും ഒരു സിമെട്രി ഉള്ളിടത്ത് ഈ ഇൻ്റഗ്രേഷൻ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സർക്കുലാർ വയർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വയർ ആണെങ്കിലോ ഒക്കെ നമുക്ക് പലയിടത്തും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് ഐ എന്ന് പറയുന്ന കറണ്ടാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് ഇമാജിൻ ദാറ്റ് ലാംഡ ഈസ് ദ ചാർജ് ഡെൻസിറ്റി. ലെറ്റ് ലാംഡ ഈസ് ദ ചാർജ് ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡി ക്യൂവിനെ എന്തെഴുതാം? ഇത്രയും ഭാഗത്തുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡി ക്യു ഈസ് ഈക്വൽ ടു ലാംഡ ഡി എൽ എന്നെനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിങ് വി ക്രോസ് ബി ഇൻ ടു ലാംഡ ഡി എൽ. ഓക്കെ, നൗ ഐ ആം ഗിവിങ് എ ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലാംഡയെ അകത്തേക്ക് കൊടുക്കാം. ഞാൻ ആ വിയുടെ കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്താവും? ലാംഡ വി ക്രോസ് ബി ഇൻറ്റു ഡി എൽ എന്നുള്ള ഫോമിലേക്ക് ഇത് മാറും. ഇനി ലാംഡ വി എന്താണ്? ദിസ് ലാംഡ വി ഈസ് ആക്ച്വലി ഐ. അത് നമ്മൾ ഒരു ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ്റെ കേസിലാണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ല, സോറി, ഒരു ലൈനിൻ്റെ കേസിലാണ്. ഒരു ലൈൻ ഓർ വയറിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു വി ആണ്. സോ ഇൻ്റഗ്രൽ ഐ ക്രോസ് ബി, അഗെയിൻ ഇവിടെ ശ്രദ്ധിക്കുക, വീണ്ടും വെക്ടർ വന്നു, ക്രോസ് പ്രോഡക്റ്റ് വന്നു, ഐ ക്രോസ് ബി ഡി എൽ. ഓക്കെ, എന്നെനിക്ക് എഴുതാം. ഇനി നമ്മൾ നേരത്തെ ഒരു അസംഷൻ എടുത്തിരുന്നു. ഈ ഡി എൽ എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്ഥലത്തും എടുക്കുന്ന ലൈൻ എലമെൻ്റ് ആണ്. ഈ ലൈൻ എലമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വിൽ ബി ദ സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് അറ്റ് ദാറ്റ് പ്ലേസ്. അപ്പം ഐയുടെ എയ്തർ യു ക്യാൻ യൂസ് ദ ഡയറക്ഷൻ ഓഫ് ഐ ഓർ യു ക്യാൻ യൂസ് ദ ഡയറക്ഷൻ ഓഫ് ഡി എൽ. ഓക്കെ, രണ്ടിനും സെയിം ഡയറക്ഷനാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഈ ഐ എന്ന് പറയുന്ന നമ്മുടെ ലൈൻ കറണ്ടിനെ വെക്ടറായിട്ട് ഡീൽ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട്, നമുക്ക് അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓൾറെഡി ഡി എല്ലിൻ്റെ ഡയറക്ഷൻ പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഐയെ ഈ ക്രോസ് പ്രോഡക്റ്റിന് വെളിയിലേക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം, ഐ എന്ന് പറയുന്നത് ഒരു യൂണിഫോം കറണ്ട് ആണെങ്കിൽ ഐയെ ഇൻ്റഗ്രലിനും പുറത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇൻ്റഗ്രൽ ഐ ഇൻറ്റു, അപ്പോൾ പക്ഷേ ക്രോസ് പ്രോഡക്റ്റ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് ദാറ്റ് ഡി എൽ ഡയറക്ഷൻ വേണം. ദാറ്റ് ഈസ് ഡി എൽ ക്രോസ് ബി എന്നെനിക്ക് എഴുതാം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറണ്ട് ക്യാരിയിങ് വയർ, ഓക്കെ, ഓഫ് കറണ്ട് ഐ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബി. ഓക്കെ, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും. ഇതാണ് ഇക്വേഷൻ. ഇനി കറണ്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഐ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ആണെങ്കിൽ, ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം? ഐയെ ഇങ്ങനെ പുറത്തെടുക്കാം, ഇൻ്റഗ്രൽ ഡി എൽ ക്രോസ് ബി. ആക്ച്വലി ഈ എന്താണ്, ഈ ക്രോസ് പ്രോഡക്റ്റിലേക്ക് ഡി എല്ലിനെ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നുള്ള സെൻസ് ആർക്ക് കൊടുക്കുന്നു? ഇയാളുടെ അടുത്ത് കളഞ്ഞിട്ട് നേരെ ഡി എല്ലിന് ആ ഡയറക്ഷൻ സെൻസ് അതിലേക്ക് മാറ്റിയാലുള്ള ഗുണം, നമുക്ക് ഐയെ ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറൻസ് ആണെങ്കിൽ നമുക്ക് ഈ ക്രോസ് പ്രോഡക്റ്റിനകത്ത് ഇടണ്ട, ഇൻ്റഗ്രലിന് വെളിയിൽ കൊണ്ടുവരാൻ പറ്റും. സോ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഓൾസോ. സോ എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഐ ഇൻറ്റു ഡി എൽ ക്രോസ് ബി എന്ന്. സോ ദിസ് ഈസ് ഇറ്റ്. ഓക്കെ, നൗ നമുക്ക് അടുത്തത് ഇത് വെച്ചിട്ടുള്ളൊരു ചെറിയ എക്സാമ്പിളാണ് ഇവിടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ക്വസ്റ്റ്യൻ സിമ്പിളാണ്. അതായത് ഒരു റീജിയൺ, കൺസിഡർ എ റീജിയൺ. ഓക്കെ, ഈ റീജിയണിൽ ഞാൻ ഫുള്ള് ഷെയ്ഡ് ചെയ്യാം. സോ ഇങ്ങനെ ഇതൊരു റീജിയൺ ആണ്. അറ്റ് ദിസ് റീജിയൺ ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഈ റീജിയണിൽ മാത്രമാണ്. ഓക്കെ, ഈ റീജിയണിൽ എന്തുണ്ട്? ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ്.
ഒരു ബി ഉണ്ട്. അപ്പോൾ ബിയുടെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ സർക്കിളും കൂടെ ഇടില്ല, ഇങ്ങനെ ഇട്ടാൽ അകത്തേക്ക് എന്തുണ്ടെന്ന് അസ്യൂം ചെയ്യുക, ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കറണ്ട് ക്യാരിയിങ് വയർ പോകുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ഓക്കെ, ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് എന്നോ സ്ക്വയർ ലൂപ്പ് എന്നോ കൺസിഡർ ചെയ്യാം. സേ സ്ക്വയർ ലൂപ്പ് എന്ന് എടുക്കുക, അല്ലെങ്കിൽ സ്ക്വയർ ലൂപ്പ് എന്ന് എടുക്കുന്നു. അതിൻ്റെ ഒരു പാർട്ട് മുകളിലൂടെ ഉണ്ട്, റീജിയൻ അകത്ത് വരുന്നത് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ആൻഡ് ലെറ്റ് ഇറ്റ് ഹാസ് എ സൈഡ് എ എന്ന് വിചാരിക്കാം. ഇതിനൊരു എ സൈഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എ ആണ് സൈഡ്. ആൻഡ് ഇതിനകത്തൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കറണ്ട് ഐ ആണെന്ന് വിചാരിക്കാം. സോ ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നൊരു ലൂപ്പിൻ്റെ കുറച്ച് റീജിയൻ എവിടെ ഇരിക്കുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയാണ്. ഇനി ഇമാജിൻ ദാറ്റ് ഈ വയറിലേക്ക്, ഈ വയർ മാസ്ലെസ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ വയറിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ആം ഗിവിങ് എ ഹാങ്ങിങ് എ മാസ്. ഓക്കെ, ഒരു മാസ് ഒരു എം മാസ് എന്ത് ചെയ്യുന്നു, അതിലേക്ക് ഹാങ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഫോർ വാട്ട് കറണ്ട് ഐ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ വാട്ട് കറണ്ട് ഐ in the loop magnetic force upward exactly balances the gravitational force downwards. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. അതായത് എനിവേ ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ആ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയത്. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഐ ഇൻറ്റു ഡി എൽ ക്രോസ് ബി എന്ന് പറഞ്ഞ് എഴുതിയ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഈ ഫോഴ്സ് ഒരു ഡയറക്ഷൻ ഉണ്ടാവും, അത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഈ മാസ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ മാസ് കാരണം താഴേക്കൊരു ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി, സിമ്പിൾ. അപ്പോൾ ഇത് ഈ എം ജി കാരണം ഇത് താഴേക്ക് മൂവ് ചെയ്യേണ്ടതാണ്, പക്ഷേ അത് ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനെ കൗണ്ടറാക്ട് ചെയ്യുന്നൊരു ഫോഴ്സ് അപ്വേർഡ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം, അല്ലെങ്കിൽ അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും ഈ മുകളിലേക്കുള്ള മാഗ്നറ്റിക് ഫോഴ്സും താഴേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടെ ബാലൻസ് ചെയ്യുക? അങ്ങനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവുമോ എന്നറിയണം. നമുക്കതൊന്നും നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏതൊക്കെ റീജിയണിലായിരിക്കും? ഇവിടെ. ഓക്കെ, അതായത് ഈ കറണ്ട് ലൂപ്പിനകത്ത് തന്നെ, കറണ്ട് ലൂപ്പ് ഇത്ര ഉണ്ടെങ്കിലും അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡിനകത്ത് വരുന്ന പാർട്ട് ഈ അപ്പർ പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്നിടത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഫോഴ്സ് ഓരോരുത്തടത്തെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനൊരു പല റീജിയൻസ് ആയിട്ട് ക്ലാസിഫൈ ആണ്. ഓക്കെ, ലെറ്റ് ദിസ് ബി 1, ഇത് 1 ആണ്, ഇത് 2 ആണ്. ഒരു 3 പാർട്ടായിട്ട് നമ്മൾ ആ വയറിനെ എടുക്കുക. ഇത് 2 ആൻഡ് ഇത് 3. ഓക്കെ, അതായത് ഈ 3 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കാരണം നമുക്ക് കൺസിഡർ ചെയ്യുന്ന എന്ത് മാത്രമാണ്, മാഗ്നറ്റിക് ഫീൽഡിനകത്തുള്ള വയറിനെ മാത്രം നോക്കിയാൽ മതി. ഇവിടെയും ഉണ്ട്. ഓക്കെ, അതും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സിമെട്രിക്കൽ ഇരിക്കുവാണ്, അതുകൊണ്ട് ഈ ലെങ്ത്തും ഫസ്റ്റ് റീജിയൻ്റെ ലെങ്ത്തും തേർഡ് റീജിയൻ്റെ ലെങ്ത്തും സെയിം ആണ്. ഓക്കെ, അതിനെ ഞാൻ ബി എന്ന് വിളിക്കാം, സ്മോൾ ബി എന്ന് വിളിക്കാം. ഓക്കെ, അത് പ്രത്യേകിച്ച് അതിനകത്ത് കാര്യമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ അത് ക്യാൻസലായി പോകുന്ന ടൈമാണ്. എനിവേ എഴുതി വെച്ചേക്കാം. അപ്പം 1ഉം 3ഉം ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബി ആണ്, ആൻഡ് സെക്കൻഡ് റീജിയൻ എ ആണ്, കാരണം ഇതൊരു സ്ക്വയർ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത് എ വരും. ഓക്കെ, ഇനി നമുക്ക് ഓരോ റീജിയണിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി F1. ഓക്കെ, F1 എന്ന് പറയുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് ഓൾസോ എ മാഗ്നറ്റിക് ഫോഴ്സ്, അതുകൊണ്ട് എഫ് മാഗ്നറ്റിക് എന്ന് എഴുതുന്നു. ദാറ്റ് എഫ് മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എഴുതാം ഐ. ഓക്കെ, ഇൻറ്റു, അപ്പോൾ ഇതിനകത്തൂടെ പോകുന്നൊരു കോൺസ്റ്റൻറ്റ് കറണ്ടാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഐ ഇൻറ്റു ഡി എൽ ക്രോസ് ബി എന്ന് എഴുതും.
ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, ഡി എൽ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഇറ്റ് ഷുഡ് ബി അപ്വേർഡ് അല്ലേ? കാരണം ഡി എൽ എന്ന് പറയുന്നത് ഈ മുകളിലേക്കുള്ള, അപ്പോൾ ഡി എൽ എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിം ആണ്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് എന്തിൻ്റെ ആവശ്യമില്ല? ഈ ഇൻ്റഗ്രലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, കാരണം എല്ലായിടത്തും ബി കോൺസ്റ്റൻ്റ് ആണ്. ഡി എൽ എന്ന് പറയുന്നത് എല്ലാം കൂടെ ബിയും കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി എൽ മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഡി എൽ മാത്രം വരിക എന്ന് പറഞ്ഞാൽ എത്രയും വരും? ഈ റീജിയൻ്റെ ലെങ്ത് ബി മാത്രമേ വരത്തുള്ളൂ. അത് പോട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ആലോചിക്കാം. എനിവേ, ഡി എല്ലിൻ്റെ ഡയറക്ഷൻ എല്ലായിടത്തും, അപ്പോൾ ഡി എൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത്? നേരെ മുകളിലേക്കാണ് അല്ലേ? അപ്പോൾ ഇവിടെ ആയാലും ആ ലൈൻ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ്. അപ്പോൾ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ എപ്പോഴും മുകളിലേക്കാണ്. സോ ഡി എൽ ഈസ് ഓൾവേസ് അപ്വേർഡ്സ്. അപ്പോൾ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല. ഡി എൽ ക്രോസ് ബി എങ്ങോട്ടിരിക്കും? ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഡി എൽ നേരെ മുകളിലേക്ക്, ബി എന്ന് പറയുന്നത് സാൻ ഇൻ ടു മാർക്ക്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വരച്ചു. ദിസ് ഈസ് ദ വെക്ടർ ഡി എൽ ആൻഡ് ദിസ് ഈസ് ദ വെക്ടർ ബി. ദെൻ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡി എൽ ക്രോസ് ബി? ഇവിടെയാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ പ്രശ്നം വരുന്നത്. ഓക്കെ, ഡി എൽ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്താണ്? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ബിയിൽ നിന്ന് അകത്തേക്കൊരു വെക്ടർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ദെൻ ഡി എൽ ക്രോസ് ബി എടുക്കുക. എടുക്കുന്ന സമയത്ത് ഇതേ പ്ലെയിനിൽ തന്നെ ദിസ് വിൽ ബി ടുവേർഡ്സ് ദ ലെഫ്റ്റ്. ഓക്കെ, അപ്പം ഇത് ലെഫ്റ്റിലേക്കായിരിക്കും ആരുണ്ടാവുക? ഡി എൽ ക്രോസ് ബി ഉണ്ടാവും. ഓക്കെ, അപ്പം ഡി എൽ ക്രോസ് ബി ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ഞാൻ ഈ ഫോഴ്സിനെ ഇങ്ങനെ എഴുതുന്നു, ഐ ഇൻറ്റു ഡി എൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? ബി എന്നാവും, സ്മോൾ ബി, ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് കണ്ടക്ടർ, ദെൻ ബി. ഓക്കെ, സം ഐ ബി ഇൻറ്റു എൽ എന്ന് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ടുവേർഡ്സ് എങ്ങോട്ടാണ്? ലെഫ്റ്റ് വേർഡ്സ് എന്ന് ഞാൻ എഴുതി, ലെഫ്റ്റ്. ഓക്കെ, ഇനി എഫ് മാഗ്നറ്റിക് 3 ഞാൻ കണ്ടുപിടിക്കുക. 2 നമുക്ക് പിന്നീട് ചെയ്യാം. 2 കണ്ടുപിടിക്കുമ്പോൾ ഏതാണ്ട് സിമിലർ ആയിട്ടുള്ളൊരു സാധനമാണല്ലോ, ഡി എൽ ക്രോസ് ബി. ഓക്കെ, ചെയ്യണം. ഇവിടുത്തെ പ്രത്യേകത ഡി എൽ എങ്ങോട്ടാണ്? നേരെ താഴോട്ടാണ്. ഡി എൽ താഴോട്ട്, ബി എങ്ങോട്ടാണ്? ഇൻറ്റു. അപ്പോൾ ഇനി ഇതൊന്ന് ആലോചിക്കുക. നമ്മൾ ചെയ്യുന്നത് ഡി എൽ ക്രോസ് ബി ആണ്. എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ തിരിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടിരിക്കണം ആര്? ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഡി എൽ ക്രോസ് ബി എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഇതിനാണ് ഞാനിത് തുടങ്ങിയപ്പോൾ ഇതെല്ലാം പറഞ്ഞത്. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡി എൽ ക്രോസ് ബി. അപ്പം എനിക്ക് എന്ത് ചെയ്യാം? ഇതും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ബി ഇൻറ്റു ബി എന്ന് കിട്ടും. ബട്ട് ഇറ്റ് ഈസ് റൈറ്റ് വേർഡ്സ് ആയിരിക്കും. ഓക്കെ, വേർഡ് അല്ല, റൈറ്റ് വേർഡ്സ്. ഓക്കെ, അപ്പോൾ റൈറ്റ് വേർഡ്സ് ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യാം? നമ്മുടെ മാഗ്നറ്റിക്. അപ്പം രണ്ടിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്. വൺ ആക്ട് ടു ദ ലെഫ്റ്റ് ആൻഡ് അതർ ആക്ട് ടു ദ റൈറ്റ്. അപ്പം ടോട്ടലി അത് തമ്മിൽ എന്ത് ചെയ്യും? ദേ വിൽ ക്യാൻസൽ. സോ F1 മാഗ്നറ്റിക് പ്ലസ് F3 മാഗ്നറ്റിക് വിൽ ക്യാൻസൽ ടു 0. ഓക്കെ, അത് ഞാൻ ഇത്ര എഴുതിയെന്നേ ഉള്ളൂ. ഇങ്ങനെ എഴുതണ്ട, വെറുതെ ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ ഐ മേളിലേക്ക്, ബി അങ്ങോട്ട്. അപ്പം ഐ ക്രോസ് ബി അല്ലെങ്കിൽ ഡി എൽ ക്രോസ് ബി എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ഇവിടെ വരുമ്പോൾ ഐ താഴേക്കാണ്, കറണ്ട് ഇങ്ങനെയാണ് ലൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ താഴേക്കാണ്, താഴേക്ക് ഡി എൽ ക്രോസ് ബി അങ്ങോട്ടാണെങ്കിൽ അത് ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ. സോ ഇത് തമ്മിൽ ക്യാൻസലായി. ഓക്കെ, സോ അത്രേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആക്ച്വലി എന്താണ്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ സെക്കൻഡ് സെഗ്മെൻറ്റ്. ഓക്കെ, അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം ആവശ്യമുണ്ട്. സിമ്പിൾ, ഇതേ ഇക്വേഷൻ തന്നെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു F2 മാഗ്നറ്റിക് ഈസ് ഈക്വൽ ടു I ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ ക്രോസ്. നൗ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡി എൽ ക്രോസ് ബി? അപ്പോൾ ഇവിടെ നോക്കുക, ഐ ഫ്ലോ ചെയ്യുന്ന എങ്ങോട്ടാണ്? ഇവിടെ വരുമ്പം റൈറ്റിലേക്കാണ് അല്ലേ? ഐ ഇങ്ങോട്ടും ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ മാഗ്നറ്റിക് ഫീൽഡ്. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഐ അല്ലെങ്കിൽ ഡി എൽ. രണ്ടിലേത് പറഞ്ഞാലും മതി. ഐ ക്രോസ് ബി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഡി എൽ എന്ന് എടുക്കണമെന്ന് പോലും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഐ ക്രോസ് ബി എടുത്താൽ മതി. രണ്ടും സെയിം ആണല്ലോ. ഡയറക്ഷൻ്റെ കാര്യത്തിൽ രണ്ടും സെയിം ആണ്. അപ്പം ഐ ക്രോസ് ബി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം സോ ഡി എല്ലും റൈറ്റ് വേർഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഐ ഇങ്ങോട്ട്, ബി ഇൻറ്റു ദ പ്ലെയിൻ. അപ്പോൾ ഇത് എങ്ങോട്ട് വരും? ഐ ക്രോസ് ബി എന്ന് പറയുന്നത് വിൽ ബി അപ്വേർഡ്. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അപ്വേർഡ് ഫോഴ്സ് ആയിരിക്കും. സോ ഐ ഇൻറ്റു
ഡി എൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതെന്താവും, ദിസ് ബിക്കംസ്, അല്ലെങ്കിൽ ഇങ്ങനെ വേറൊരു രീതിയിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഡി എൽ ക്രോസ് ബി എന്ന് പറഞ്ഞത് ഡി എൽ ബി സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐക്കും ഐ ഇങ്ങോട്ടും സൈൻ തീറ്റ എങ്ങോട്ടാണ്, അപ്വേർഡ് ഡയറക്ഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാം. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. അപ്പം ഇത് അങ്ങോട്ടാണ് അല്ലേ, അതായത് ഇൻ ടു ദ പ്ലെയിൻ ആണ് ബി, ഐ ഇങ്ങോട്ടാണ് അല്ലെങ്കിൽ ഡി എൽ അങ്ങോട്ടാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ സോ സൈൻ തീറ്റ 1 ആവും. അപ്പം ബി യൂണിഫോം ആണ്. സോ ബി ഐ ഒക്കെ പുറത്തെടുത്തു. ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് എന്തായിട്ട് വരും, എ ആയിട്ട് വരും. ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ എ ബി. ഐ തിങ്ക് ഇങ്ങനെ ഒരു സാധനം ബില്ലെന്നും പറഞ്ഞ് പണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, +2 പഠിക്കുന്നുണ്ടാവും. എൽ എന്ന സൈഡ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കാം. ഇനി അതിനകത്ത് കാര്യമില്ല. ഐ ഇൻറ്റു എ ഇൻറ്റു ബി അപ്വേർഡ് ഡയറക്ഷനിലാണ് എന്തുള്ളത്, മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇനി നിങ്ങളൊന്ന് നോക്കി, മുകളിലേക്ക് ആരുണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, താഴേക്കാരുണ്ട്, ഗ്രാവിറ്റി ഉണ്ട്. അപ്പം ഇത് രണ്ടും എക്സാക്ട്ലി ബാലൻസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും എക്സാക്ട്ലി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് കിട്ടും, ഈ മാസ് ഈ എയറിൽ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കും. അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ എഫ് മാഗ്നറ്റിക് മസ്റ്റ് ബി ഈക്വൽ ടു എഫ് ഗ്രാവിറ്റേഷണൽ. ഓക്കെ, അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏതാണ്, എൻ്റെ മാഗ്നിറ്റ്യൂഡ് രണ്ടും എടുത്താൽ മതി. ഓക്കെ, കാരണം രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ മാഗ്നറ്റ്യൂഡ് എടുത്താൽ മതി. സോ എഫ് മാഗ്നറ്റിക് എന്ന് പറയുന്നത് ഐ ഇൻറ്റു എ ഇൻറ്റു ബി ആണ്. ആൻഡ് ഡൗൺവേർഡ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എം ജി ആണ്, ദാറ്റ് ഈസ് മാസ് ടൈംസ് ജി. Therefore, what current it should flow is mg by ba or ab. Okay, so this is the current that should be, അതായത് m മാസുള്ള m മാസിനെ നിങ്ങൾ സസ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻ എ ബി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആൻഡ് എന്താണ് സൈഡല്ല ആ കണ്ടക്ടറിൻ്റെ ലെങ്ത് മാത്രം നോക്കിയാൽ മതി. ഈ സൈഡ് ഇത്തിരി എങ്ങോട്ട് വന്നാലും പ്രശ്നമില്ല, കാരണം എങ്ങോട്ട് വന്നാലും ഇതിൻ്റെ വെയിറ്റ് ആക്ച്വലി വരും. ഇത് നിങ്ങൾ ഇൻ പ്രാക്ടിക്കൽ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ വയറിൻ്റെ വെയിറ്റും ഒക്കെ എടുക്കണം. നമ്മൾ ഇവിടെ സിമ്പിൾ ഡെറിവേഷൻ ആയതുകൊണ്ട് എം എന്ന് മാത്രം എടുക്കും. ഓക്കെ, ആക്ച്വലി ദിസ് മാസ് ഇൻക്ലൂഡ്സ് ദ മാസ് ഓഫ് ദ കണ്ടക്ടർ ആൾസോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഭവം. ഇത്രയും കറണ്ട് അതിനകത്തൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ, സോ ദിസ് ഈസ് ദ കേസ്. അപ്പം ഇത് വെച്ചിട്ടാണ് ആക്ച്വലി മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് ലെവിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി മെക്കാനിക് എന്താണ് ഒരു റിജിഡ് സപ്പോർട്ട് ഇല്ലാതെ ഒരു സാധനത്തിനെ നമുക്ക് മിഡ് എയറിൽ നിർത്താൻ പറ്റുന്നതിനെയാണ് നമ്മൾ ലെവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മജീഷ്യൻസൊക്കെ ഒരാളെ ഇങ്ങനെ മുകളിലേക്ക് പൊക്കുന്നതൊക്കെ കാണുന്നുണ്ടാവും. അതിനെല്ലാം ചെയ്യുന്നത് ഇതുപോലൊരു പരിപാടിയാണ്. ഒന്നുകിൽ എന്താണ് ഈ ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്വേർഡ് ഫോഴ്സ് IAB അല്ലേ, അപ്പം IABയും MGയും കൂടെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഓർ ഒരു ഒബ്ജക്റ്റ്, ഇതൊരു ഒബ്ജക്റ്റാണ്. താഴേക്ക് ഇതിൻ്റെ മാസ് കാരണം MG ഉണ്ട്, ഇതിനകത്തൊരു കറണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സാക്ട്ലി രണ്ട് പേരും ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അവിടെ വെച്ച് ഇതെന്ത് ചെയ്യും, മിഡ് എയറിൽ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കും. ഇനി ഇതേ സ്ഥാനത്ത് എന്ത് സംഭവിക്കാം, ഞാൻ ഇതിനകത്ത് BO അല്ലെങ്കിൽ IO ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും, ഈ ഇതിൻ്റെ വാല്യൂ IAB എന്ന് പറയുന്ന അപ്വേർഡ് ഫോഴ്സിൻ്റെ വാല്യൂ കൂടാൻ തുടങ്ങും. അപ്പം അപ്വേർഡ് when IAB, that is the upward force is greater than the downward force, ഈ സാധനം എന്ത് ചെയ്യാൻ തുടങ്ങും, മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഒരു ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ട് നമുക്കവിടെ വെച്ച് തൽക്കാലം നിർത്താം. അതായത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ഇതേ കാര്യം ചെയ്യുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു M മാസിനെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സസ്പെൻഡ് ചെയ്ത് ഇതെന്ത് ചെയ്യണം, മിഡ് എയറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡുള്ളത്. ഓക്കെ, B ഉള്ളത് ഇവിടെ. അപ്പം ഇതിങ്ങനെ മിഡ് എയറിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ Iയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ബാലൻസ് ചെയ്ത് നിന്നയാണ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, Iയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. Iയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ മാസ് മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങും. ഇൻക്ലൂഡിങ് ദിസ് വയർ, ഇത് ആ മാഗ്നറ്റിക് ഫീൽഡിൽ മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങും. അങ്ങനെ പൊങ്ങി ഇങ്ങനെ ഇത്ര എത്തിയെന്ന് വിചാരിക്കും. ഇത്ര എത്തുമ്പോൾ ഇതെങ്ങനെ നിൽക്കും, ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ദിസ് വിൽ ബി
സംതിങ് ലൈക്ക് ദിസ്, ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഒരു h ഹൈറ്റ് ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ h ആണ് എന്ത്, ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്താണ്, ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ദാറ്റ് മാഗ്നറ്റിക് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു IAB. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് h ആണ്. ദെൻ ദ വർക്ക് ഡൺ വിൽ ബി IAB ഇൻറ്റു h എന്നെനിക്ക് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചെയ്തു വന്നപ്പം, അതായത് മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്, ഇറ്റ് ഈസ് സെയിം ഡയറക്ഷൻ, ഇറ്റ് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് IAB h എന്ന് പറയുന്ന ഒരു വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്തു. ആർക്ക്, മാഗ്നറ്റിക് ഫോഴ്സിന്. കുറച്ച് മുമ്പ് ലോറൻസ് ഫോഴ്സ് ലോ അനുസരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചത്, അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് എത്തിയത് എവിടെയായിരുന്നു, മാഗ്നറ്റിക് ഫോഴ്സ് ഡു നോ വർക്ക് എന്നുള്ളിടത്താണ് എത്തിയത്. നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ എവിടെ എത്തി, വീണ്ടും ഒരു വാല്യൂയിലേക്ക് എത്തി. അപ്പോൾ ആക്ച്വലി ഇതിനകത്ത് ഏതാണ് ശരി, ഇതിനകത്ത് ശരിയെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല, മാഗ്നറ്റിക് ഫോഴ്സ് ഡു നോ വർക്ക്. ഓക്കെ, അവിടെ വർക്കില്ല, അല്ലെങ്കിൽ W മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഇതെന്ത് വർക്കാണ്, ഇത് ഈസ് ഇറ്റ് എ മാഗ്നറ്റിക് വർക്ക്, അതോ ഇനി വേറെ എന്തെങ്കിലും വർക്കാണോ എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ.